High in the folds of the Western Ghats lies a forest that holds more than just secrets of the wild. This is Agasthivanam, a biodiversity hotspot in Kerala. Among the many stories of this forest, the most famous begins in a tribal settlement called Chonambara near Kotur. It is here where Kuttimathan Kani lived. Kuttimathan Kani, the tribal elder who first told the world about the magical herb Arugyapacha, passed away on August 23 in Thiruvananthapuram. He was 72. He had been battling cancer. Arugyapacha, a medicinal herb found only in the forests of the Western Ghats, was first shown to the researchers at the Jawaharlal Nehru Tropical Botanic Garden and Research Institute in Palod by a team comprising Kuttimathan Kani, Mallan Kani and Echan Kani. Based on this knowledge, JNTBGRI collaborated with Aryavaidya Pharmacy to develop a drug named Jeevani. A share of the profits from the drug was granted to the Kani Community Welfare Trust. The trust also undertook cultivation of Arugyapacha in forest lands and distributed it accordingly. Kuttimathan Kani was a lifelong executive member of this trust. ട്രാവൻകൂർ മേഖലയിലാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ചെടി കാണുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ്സ് വൈറ്റൽ ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു എൻഡമിക് പ്ലാന്റ് ആണ്. ഞാൻ ഇതിൽ ഗവേഷണം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആരോഗ്യപ്പച്ച എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇതിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള പല ഔഷധ സസ്യങ്ങളും നിലവിൽ ഇപ്പോഴും നമ്മൾ കണ്ടെത്താത്തത് ഉണ്ട് അവിടെ. ഇതെല്ലാം കാണിക്കുന്നത് ഈ ഒരു പാരമ്പര്യ നോളജിൻ്റെ അതിൻ്റെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്. കാണി ട്രൈബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അത് തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി മേഖലയിലാണ് ഈ കാണി സമുദായം കാണുന്നത്. ഏകദേശം ഒരു കേരളത്തിലാകെ ഒരു 25,000 താഴെ മാത്രമാണ് ഇവരുടെ ജനസംഖ്യയുള്ളത്. ഇവരുടെ ഒരു പ്രധാന ഒരു പാരമ്പര്യമായിട്ടുള്ള ഇവരുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ വനാന്തരങ്ങളിൽ പോവുക, ശേഖരിക്കുക, കാടിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കുക, അതിനെ ഇരിക്കുക. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു വലിയൊരു നോളജാണ് ഈ ട്രഡീഷണൽ മെഡിസിനൽ നോളജ്. ആരോഗ്യപ്പച്ച എന്ന് പറയുന്ന ചെടിയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ഒരു ഔഷധ നമ്മുടെ ജീവനി എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലോക മാർക്കറ്റിൽ ഇടം നേടുകയും അതിന് ഈ ജീവനി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് US പാറ്റന്റിന് ശ്രമിക്കുകയും അത്രയും തലത്തിലേക്ക്, അത്രയും ലെവലിലേക്ക് ഇതിന് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഈ ആരോഗ്യപ്പച്ച ചെടി കണ്ടുപിടിക്കുന്നത് 1987 ശ്രീ ഡോക്ടർ പുഷ്പാംഗതൻ സാറ്, അതുപോലെ ഡോക്ടർ രാജശേഖരൻ സാറ് ഈ തുടങ്ങിയവർ ഓൾ ഇന്ത്യ എത്നോ ഫാർമക്കോളജി ഒരു സർവേ നടത്തിയപ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് അഗസ്ത്യാർകൂടത്തിൽ പോയപ്പോഴാണ്. 87 ഈ സംഭവം. അത് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് ഒരു 10 വർഷം വരെ ഇങ്ങോട്ട് വന്നില്ല. പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. 10 വർഷം കഴിഞ്ഞ് 97 ഇവർ വീണ്ടും വരണത്. അവർ 2 ഉദ്യോഗസ്ഥർ തന്നെ അതേ വണ്ടിയിൽ തന്നെ അവർ വീണ്ടും വന്നു. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ 3 പേരും കൂടി തന്ന പച്ചലകളിൽ ആരോഗ്യപ്പച്ചയെന്നും പറഞ്ഞ് തന്ന പച്ചല അത് നമുക്ക് ഗുണമുള്ളതാണ്. ഞങ്ങളത് ജമ്മുവിൽ കൊണ്ടുവച്ചത് റിസർച്ച് ചെയ്തപ്പോൾ ജീവനി എന്ന് പറഞ്ഞൊരു മരുന്ന് അതിൽ നിന്ന് ഉൽപ്പാദിക്കാൻ പറ്റി. അത് മനുഷ്യൻ്റെ കരളിന് എനർജി കൊടുക്കാനുള്ള കഴിവ് ആ ചെടിക്കുണ്ട്. അതുകൊണ്ട് ഈ ചെടി നമുക്ക് ഇനിയും ആവശ്യം പോലെ വേണ്ടി വരും. നമുക്ക് എടുക്കാൻ പോകണം. അതുകൊണ്ട് ഈ ചെടി നിങ്ങൾ തന്നതിന് ഞങ്ങൾ അതിൽ നിന്ന് ജീവനി എന്ന് പറഞ്ഞൊരു മരുന്ന് നിർമ്മിച്ച് ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഞങ്ങൾ 7 വർഷത്തേക്ക് വിൽപ്പനയ്ക്ക് കൊടുത്തു. അവർ 10 ലക്ഷം രൂപ ഞങ്ങളുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ 5 ലക്ഷം രൂപ നിങ്ങൾ കാണിക്കാരുടെ സമുദായത്തിന്, നിങ്ങൾ കാണിക്കാരാണ്, അപ്പോൾ നിങ്ങളുടെ സമുദായത്തിന് തരാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരണം, നിങ്ങളുടെ കയ്യിൽ ആർക്കും തരില്ല. നിങ്ങളുടെ പേരിലൊരു സംഘടന രൂപീകരിക്കണം. അങ്ങനെയാണ് 97 ഞങ്ങൾ അവരെയും കൂടെ നിർത്തിക്കൊണ്ട് കേരള കാണി സമുദായ ക്ഷേമ ട്രസ്റ്റ് എന്ന പേരിലൊരു
ട്രസ്റ്റ് രൂപീകരിക്കുകയും 109/97 അത് രജിസ്റ്റർ ചെയ്തത്. ഈ 2002 UN ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ ആദ്യമായിട്ട് ഇതിന് ലോകത്ത് അവാർഡ് കിട്ടിയ 10 പേരിൽ ഒരാൾ ഈ കേരള കാണി കമ്മ്യൂണിറ്റി വെൽഫെയർ ട്രസ്റ്റായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാസ്ത്ര സമൂഹവും ഈ കാണി സമുദായവും ചേർന്നിട്ടുള്ള ഈ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതിന് അങ്ങനെ ട്രസ്റ്റ് വളരെ ആക്റ്റീവായിട്ട് പോയി. ട്രസ്റ്റ് ആദ്യത്തെ 2-3 വർഷം നല്ല രീതിയിൽ പോയി, സ്വന്തമായി വാഹനം വാങ്ങി. എന്നാൽ ക്രമേണ ഈ വാഹനത്തിൻ്റെ ഉപയോഗം ശരിയാകാതെയും ഈ പൈസ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള അവർക്കുള്ള അറിവില്ലായ്മ കൊണ്ടുമൊക്കെ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം താഴേക്ക് പോവുകയും ജീവനി എന്ന പ്രോഡക്റ്റിൻ്റെ നിർമ്മാണം കൂടെ നിന്നതോടുകൂടി ട്രസ്റ്റ് പൂർണ്ണമായിട്ടും നിലച്ച മട്ടിലാണ് നിലവിലുള്ളത്. In 2002, the Carney TBGRI benefit sharing model received global recognition. The United Nations Development Programme honored the initiative with the Equator Initiative Prize during the Earth Summit in Johannesburg. Representing the Carneys, Kuttimathan travelled to Johannesburg with Pushpangadan to receive the award. But after receiving the award, several challenges began to surface. One major issue was related to access. Hearing the news, many smuggled the plant from the forest. But Arogya Pacha is a forest species protected under the law. Although the Carney had traditionally used the plant, its collection was then subjected to restrictions. Forest officials viewed harvesting without permits as a legal violation. Some members of the Carney community too faced cases for collecting the leaves, even from areas near their homes. To this day, the Carneys maintain that the benefits promised for their traditional knowledge have not fully reached them. ഈ ആരോഗ്യപച്ച എന്നുള്ള ചെടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻഡമിക് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഈ പറയുന്ന പ്രദേശത്ത് മാത്രമേ വളരുകയുള്ളൂ. ഇത് വേറെ എവിടെ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടി കുറയുന്നതായിട്ടാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മാത്രം മതി, ഈ ഒരു ക്വാളിറ്റി മാത്രം മതി ഈ പറയുന്ന കാണി കമ്മ്യൂണിറ്റിക്ക് ഈ ആരോഗ്യപച്ച എന്നുള്ള ചെടിയുടെ കൾട്ടിവേഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ട് രക്ഷപ്പെടാനായിട്ട്. അതിന് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, നിലവിൽ ഈ ചെടിയെ വനംവകുപ്പ് ഒരു മൈനർ ടിമ്പർ പ്രോഡക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കാട്ടിനുള്ളിൽ നിന്ന് ഈ ചെടി പറിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്, ഒരു പ്രോഡക്റ്റായിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വേണം. ഇതിൻ്റെ കൾട്ടിവേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ വനത്തിൽ നിന്നുള്ളത് കൂടുതൽ എടുത്താൽ പോലും ഇതിനെ നമുക്ക് ഈ ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽ കിട്ടുന്നില്ല. അപ്പോൾ അതനുസരിച്ച് സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇത്തരം 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യപച്ച എന്നുള്ള ഈ ചെടിയിൽ നിന്ന് നമുക്ക് ഔഷധി അല്ലെങ്കിൽ നമുക്ക് ഒരു ജീവനി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എടുക്കാൻ പറ്റാതിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള ഔഷധി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് TBGRIയിൽ നിന്ന് ഓൾറെഡി തന്നെ അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഔഷധി ഈ കാര്യത്തിൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ, ഈ ഒരു സമൂഹത്തെ തന്നെ നമുക്ക് ഇത്തരം നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ഇറക്കിക്കൊണ്ട് ആ സമൂഹത്തെ നമുക്ക് ഉയർത്താൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റും. Kuttimathan Carney and Echin Carney, 2 members of the trio credited with introducing the wonder herb Arogya Pacha to the world, have since passed away. Although their contribution was acknowledged globally, concerns around fair access to the benefits of their knowledge continue. Their story remains part of a larger conversation on how traditional wisdom is valued, protected, and shared.